നമുക്കതിനെ പറ്റി നിങ്ങൾക്കറിയാം എന്താണ് ഫുഡ് പോയ്സൺ എന്നുള്ള സംഭവങ്ങളൊക്കെ. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സ്റ്റാഫ് ഊറേഴ്സ് എടുത്ത സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ബാക്കിയുള്ള GIT ഇൻഫെക്ഷൻ എടുത്ത സമയത്ത് നമ്മൾ ചെറുങ്ങനെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട് ഫുഡ് പോയ്സൺ. നമുക്കതിനെ പറ്റി ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫുഡ് പോയ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the any type of illness appeared through consumption of food or drink contaminated with microorganisms or their toxin or chemical poisons. അതായത് ഫുഡ് പോയ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും മൈക്രോ ഓർഗാനിസത്തിന്റെ കണ്ടാമിനേഷൻ വരിക, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ടോക്സിക് പ്രൊഡക്ഷൻസിന്റെ കണ്ടാമിനേഷൻസ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ കമ്പോണൻസ് അതിൻ്റെ നമ്മുടെ ഫുഡിൻ്റെ അകത്തേക്ക് ഇൻകോർപ്പറേറ്റഡ് ആവുന്നു. ദെൻ ആ ഫുഡ് നമ്മൾ കഴിക്കുന്നു. ദെൻ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്നു. അങ്ങനെയുള്ള ഇൻഫെക്ഷൻ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ഫുഡ് പോയ്സൺ. ഓക്കെ, നമുക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ഫുഡ് പോയ്സൺ പറ്റി പറയുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഫുഡ് പോയ്സൺ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് മൈക്രോബിയൽ ഫുഡ് പോയ്സൺ ആൻഡ് കെമിക്കൽ ഫുഡ് പോയ്സൺ എന്ന് പറഞ്ഞിട്ട് രണ്ട് രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത്. ഇതിനകത്ത് മൈക്രോബിയൽ ഫുഡ് പോയ്സൺ അകത്ത് വരുന്നതാണ് ഹെവി ഫുഡ് കണ്ടാമിനേറ്റിംഗ് വിത്ത് ഹെവി മെറ്റൽസ്, ബ്രോമൈറ്റ്, ഹൈഡ്രോ കാർബൺസ് ആൻഡ് ഡിറ്റർജൻസ്. ഓക്കെ, ഇതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് കെമിക്കൽ ഫുഡ് പോയ്സണിന്റെ അകത്ത് വരുന്നത്. Then microbial food poison that നമ്മൾ നോക്കുന്ന സമയത്ത് this microbial food poison is mainly classified into three, that is infection type, toxin type and intermediate type എന്നുള്ള ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. that is infection type, toxin type and intermediate type എന്നുള്ള രീതിയിൽ മൂന്ന് രീതിയിലാണ് ഈ നമ്മുടെ microbial food poison ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ഇൻഫെക്ഷൻ ടൈപ്പ്. ഈ ഇൻഫെക്ഷൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് വേരീസ് ഫ്രം 8 to 24 hours ആയിരിക്കും ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത്. ഇതെങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അകത്ത് എന്തുണ്ടാവാം, ഓർഗാനിസംസ് ഉണ്ടാവാം. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫുഡ് കഴിക്കുമ്പോൾ ആ ഫുഡിന്റെ കൂടെ അലോങ് ആരും കൂടി വരുന്നു, നമ്മുടെ ഈ ഒരു ബാക്ടീരിയ കൂടി വരുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഗട്ടിൽ എത്തുന്നു. ദെൻ അവിടെ കിടന്ന് എന്ത് സംഭവിക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡയറിയ എന്നുള്ള കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇതിന്റെ എക്സാമ്പിൾ ആണ് സാൽമണല്ല കോസ് ചെയ്യുന്ന ഫുഡ് പോയ്സൺ. ഓക്കെ, രണ്ടാമത്തെ ടോക്സിൻ ടൈപ്പ്. ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ആണ്. ദാറ്റ് ഈസ് വിത്തിൻ 1 to 6 hours തന്നെ നമുക്ക് എന്ത് കിട്ടും, ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ പ്രിഫോംഡ് ടോക്സിൻ ആണ് നമ്മൾ ഇൻജസ്റ്റ് കഴിക്കുന്നത്. അതായത് എന്താണ്, ഫുഡിന്റെ മുകളിൽ എന്ത് ചെയ്യുക, ഓർഗാനിസം വന്ന് കിടക്കുന്നു. ദെൻ ആ ഓർഗാനിസം അവിടെ ടോക്സിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നു. ദെൻ നമ്മൾ എന്താ കഴിക്കുന്നത്, ആ ഫുഡ് അലോങ് വിത്ത് ദിസ് പർട്ടിക്കുലർ ടോക്സിൻ ആണ് നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു, ആ ഒരു ടോക്സിൻ നമുക്ക് ബോഡി എത്തിയതിനു ശേഷം നമുക്ക് ഡയറിയ, വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇതിന് എക്സാമ്പിൾ ആണ് സ്റ്റാഫ് കോസ് ചെയ്യുന്ന ഫുഡ് പോയ്സൺ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദ ഇന്റർമീഡിയറ്റ് ഫുഡ് പോയ്സൺ. ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 6 to 12 hours ആണ്. ഇത് ഇന്റർമീഡിയറ്റ് പേര് തന്നെ എന്താണ്, ഇൻഫെക്ഷനും ആണ്, ടോക്സിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നടക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്ടീരിയ, നമ്മൾ ഫുഡ് കഴിക്കുന്നു, ഫുഡിന്റെ മുകളിൽ ബാക്ടീരിയ ഉണ്ടാകുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഗട്ടിൽ എത്തി കഴിഞ്ഞതിന് ശേഷം ഈ ബാക്ടീരിയ അവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോക്സിന്റെ പ്രൊഡക്ഷൻ സംഭവിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, നമുക്ക് ഡയറിയയിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇതിന് എക്സാമ്പിൾ ആണ് ക്ലോസ്ട്രീഡിയം പെർഫിൻജൻസ് കോസ് ചെയ്ത ഫുഡ് പോയ്സൺ. ഓക്കെ, ഇങ്ങനെയാണ് മൈക്രോബിയൽ ഫുഡ് പോയ്സൺ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ദിസ് ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ പാത്തജനിക് ടൈപ്പ് ആൻഡ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ കോസിറ്റീവ് ഏജന്റ്. ഫുഡ് പോയ്സൺ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫുഡ് പോയ്സൺ മെയിൻലി കോസ്ഡ് ബൈ ഗ്രാം പോസിറ്റീവ് കോക്കെ, ഫുഡ് പോയ്സൺ മെയിൻലി കോസ്ഡ് ബൈ ഗ്രാം പോസിറ്റീവ് സ്പോർ ഫോമിംഗ് ബാസിലെ ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാസിലെ. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ ഫുഡ് പോയ്സൺ മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ദെൻ നമ്മൾ ഫുഡ് പോയ്സന്റെ പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് വൺ ഇസ് എന്താണ്, ഇൻഅഡിക്വേറ്റ് റെഫ്രിജറേഷൻ. അതായത് എന്താണ്, നമ്മൾ നല്ല രീതിയിൽ ചില ഫുഡ് എന്ത് ചെയ്യണം, നമുക്ക് നല്ല രീതിയിൽ കൂൾ ചെയ്ത് വെക്കണം. ഫോർ എക്സാമ്പിൾ ചില ഫുഡ് നമ്മൾ 4 degrees Celsius മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഫുഡ് ആയിരിക്കും. ദെൻ അത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 80 degrees Celsius വെക്കുന്നു. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ ഇൻഅഡിക്വേറ്റ് റെഫ്രിജറേഷൻ. ദെൻ പ്രിപ്പയറിംഗ് ഫുഡ് ഫോർ ഇൻ അഡ്വാൻസ് ഓർ പ്ലാൻഡ് സർവീസസ്. അതായത് നമ്മൾ വേറെ എവിടെന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ സ്വിഗ്ഗിയിൽ കൂടിയൊക്കെ എന്ത് ചെയ്യുന്നത്, ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എന്തുണ്ടാവില്ല, നമ്മൾ നേരിട്ട് ഉണ്ടാക്കുന്ന ഫുഡൊന്നുമല്ല, ചില സമയത്ത് കണ്ടാമിനേഷൻ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ദെൻ ഇൻഅഡിക്വേറ്റ് കുക്കിംഗ് ഓർ ഹീറ്റ് പ്രോസസ്സിംഗ്. അതായത് നമ്മൾ പണ്ടേ പറയുന്നത് എന്താണ്, നല്ല രീതിയിൽ വേവിച്ച ഫുഡ് വേണം കഴിക്കാം. നിങ്ങൾ പാരസൈറ്റോളജി പഠിച്ചിട്ടുണ്ട്, എന്താണ് റോ അല്ലെങ്കിൽ റോ വെജിറ്റബിൾസും റോ അണ്ടർ കുക്ക്ഡ് മീറ്റ് പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഇൻഫെക്ഷൻ വരുന്നുണ്ടെന്ന് നിങ്ങൾ സെക്കൻഡ് ഇയർ പഠിച്ചതാണ്. ഓക്കെ, ദെൻ ഈറ്റിംഗ് റോ വെജിറ്റബിൾസ് ആൻഡ് ഫുഡ്സ്. അതായത് നേരത്തെ കണ്ടത് സെയിം സംഭവം തന്നെ, ഇതേപോലെ തന്നെയാണ്. നമ്മൾ നല്ല രീതിയിൽ കുക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാം. ദെൻ ഈറ്റിംഗ് റോ വെജിറ്റബിൾസ് ആൻഡ് ഫുഡ്സ്. ദെൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ പാർട്ടിസിപ്പേറ്റിംഗ് പുവർ പേഴ്സണൽ ഹൈജീൻ. അതായത് എന്താണ്, നമ്മുടെ ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ എന്ത് ചെയ്യാം, ചില സമയത്ത് അവരുടെ ഇംപ്രോപ്പർ ആയിട്ടുള്ള പേഴ്സണൽ ഹൈജീൻസ് പുവർ പേഴ്സണൽ ഹൈജീൻസ് വഴി വേണമെങ്കിൽ ഫുഡ് എന്ത് ചെയ്യാം, കണ്ടാമിനേറ്റ് ആവാം. അത് മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ടൈഫോയിഡ്, മേരി, ഓർമ്മയില്ല. ഓക്കെ,
Then improper storage. എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യേണ്ട സമയത്ത് അവിടെ തന്നെ സ്റ്റോർ ചെയ്യുക. അതിൽ പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൂടാ. Then holding food in a warming devices at 37 degrees Celsius. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒട്ടുമിക്ക എല്ലാ ബാക്ടീരിയ നമുക്ക് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന എല്ലാ ബാക്ടീരിയയുടെ ഒപ്റ്റിമം ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അന്നേരം നമ്മൾ എന്ത് ചെയ്യുക, ഈ 37 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഫുഡ് കുറേ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും വേണമെങ്കിൽ ഓർഗാനിസം മൾട്ടിപ്ലിക്കേഷൻ നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അന്നേരം ഇത്രയും ഈ പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് ഒക്കെയാണ് നമ്മൾ ഫുഡ് പോയിസണിന്റെ കേസിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇതിന്റെ മെയിനായിട്ട് കോസസ് ഓഫ് ഫുഡ് പോയിസൺ നമ്മൾ ഗ്രാം പോസിറ്റീവ് കോക്കയിൽ വരുന്നത് സ്റ്റാഫ് ഓറിയസും പിന്നെ അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസ് ഫീക്കാലിസും ആണ് മെയിനായിട്ട് വരുന്നത്. Then gram positive spore forming bacillus വരുന്നത് Clostridium perfringens, Clostridium botulinum and Bacillus cereus. ഈ ബാസിലസ് സീരീസ് നമ്മുടെ ഒരാളുടെ സെമിനാർ ആയിരുന്നു. ഓക്കെ, ദെൻ ഗ്രാം നെഗറ്റീവ് ബാസില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൽമോണല്ല സ്പീഷീസ് വരും. അതിൽ തന്നെ സാൽമോണല്ല ടൈഫിമ്യൂരി ആണ് പ്രൊഡോമിനന്റ് ആയിട്ട് വരുന്നത്. ദെൻ സാൽമോണല്ല എൻട്രൈറ്റിഡിസ്, ദെൻ സാൽമോണല്ല തോംസൺ. പിന്നെ അതുപോലെ തന്നെ ഏത് സാൽമോണലയ്ക്കും കോസ് ചെയ്യാം എക്സെപ്റ്റ് സാൽമോണല്ല ടൈഫി എന്നാണ് നമ്മൾ തിയററ്റിക്കലി പറയുന്നത്. പിന്നെ വരുന്നത് എൻട്രോപാത്തോജനിക് ഈക്കോളെ, വിബ്രിയോ പാരാഹിമോലൈറ്റിക്കസ്, വിബ്രിയോ മിമിക്കസ് ആൻഡ് കാമ്പലോബാക്ടർ ജെർസിനി. ഇത്രയും ഓർഗാനിസം നമുക്ക് എന്ത് കോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഫുഡ് പോയിസൺ കോസ് ചെയ്യാനുള്ള കപ്പാസിറ്റികളുണ്ട്. ഇത് ഓൺലി ഫോർ ബാക്ടീരിയൽ ആസ്പെക്ട്സ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ഞാൻ നമ്മൾ പാത്തോജൻസിസ് നോക്കാം. പാത്തോജൻസിസ് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് എന്തായിരിക്കും, ഫുഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും. അതായത് മെയിൻ ആയിട്ട് ഫുഡിനകത്ത് വരുന്ന മീറ്റ്, പോൾട്രി, ഫിഷസ്, എഗ്സ്, സാലഡ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്, വെജിറ്റബിൾസ്, സീരിയൽസ്, അങ്ങനെ ബോയിൽഡ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഒക്കെ ആയിരിക്കും നമുക്ക് മെയിനായിട്ട് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിൽ വരുന്നത്. ഓക്കെ, നമുക്ക് മെയിനായിട്ട് ഇൻഫെക്ഷൻ എങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫുഡിൻ്റെ അകത്ത് ഒന്നെങ്കിൽ എന്ത് ബാക്ടീരിയ അല്ലെങ്കിൽ അതിന്റെ ടോക്സിൻ കണ്ടാമിനേറ്റഡ് ആയിട്ടാണ് നമുക്ക് മെയിനായിട്ട് ഇൻഫെക്ഷൻ കിട്ടുന്നത്. ഓക്കെ, ഇതിന്റെ പാത്തോജനിസിസ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് 3 ഡിഫറെന്റ് ടൈപ്സിലാണ് പാത്തോജനിക് മെക്കാനിസംസ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടായിരുന്നു അല്ലെ. പാത്തോജനിസിന്റെ ക്ലാസിഫിക്കേഷനിൽ ഇൻഫെക്ഷൻ, ടോക്സിൻ, ഇന്റർമീഡിയറ്റ് ടൈപ്പ് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്ന പാത്തോജനിക് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബൈ ഇൻജക്ഷൻ ഓഫ് പ്രിഫോംഡ് ടോക്സിൻ ഇൻ ഫുഡ്. അതായത് എന്താണ്, ഫുഡിന്റെ അകത്ത് ഓൾറെഡി എന്തുണ്ടാവുക, ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ ബാക്ടീരിയ കില്ല് ചെയ്തിട്ട് ദെൻ എന്ത് ചെയ്യുന്നു, അതിന്റെ ടോക്സിൻ ലിബറേറ്റ് ചെയ്യുന്നു, ദെൻ ആ ഫുഡ് കണ്ടെയ്നിങ് ടോക്സിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻജക്ഷൻ ചെയ്യുന്നു. Okay, organism mainly cause such as staph and bacillus series form toxins in food. എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറിയ, വോമിറ്റിംഗ് വിത്തിൻ 1 to 6 hours തന്നെ നമുക്ക് അപ്പിയർ ചെയ്യാം. ഓക്കെ, the second one is the by invading gastrointestinal tract infection. ഇത് മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാൽമോണല്ല, കാമ്പലോബാക്ടർ, വിബ്രിയോ പാരാഹിമോലൈറ്റിക്കസ് ആൻഡ് വിബ്രിയോ മിമിക്കസ് എന്നൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇതെങ്ങനെ വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിസം അലോങ് വിത്ത് ഫുഡ് നേരെ നമ്മൾ ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ട്രാക്റ്റിൽ എത്തുന്നു. then എന്ത് ചെയ്യുന്നു, അവിടുന്ന് ഇൻവേഡ് ചെയ്ത് പോകുന്നു. എന്നിട്ട് എന്ത് ലീഡ് ചെയ്യുന്നു, ഡയറിയ എന്നുള്ള കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. ഓക്കെ, തേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻട്രോപാത്തോജനിക് ഈക്വളയും ക്ലോസ്ട്രീഡിയം പെർഫിൻജൻസും ക്ലോസ്ട്രീഡിയം ബോട്ടുലിനും ഒക്കെ കോസ് ചെയ്യുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫുഡ് നമ്മൾ അലോങ് വിത്ത് ബാക്ടീരിയ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഞ്ചക്ഷൻ ചെയ്യുന്നു. ദെൻ നമ്മുടെ ഗട്ടിൽ കിടന്നിട്ട് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്ത് ടോക്സിൻ റിലീസ് ചെയ്യുന്നു. ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, ഡയറിയയിലേക്ക് ലീഡ് ചെയ്യുന്നു. ഈ രീതിയിലാണ് മെയിൻ ആയിട്ട് ഇതിന്റെ പാത്തോജനിക് മെക്കാനിസം എന്നുള്ള രീതിയിൽ പറയുന്നത്. ദെൻ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് നമുക്ക് നോക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് വെച്ചാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. കാരണം എന്താണ്, നമ്മൾ വോമിറ്റിങ്ങും ഡയറിയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. ദെൻ കൺവല്യൂഷൻസ് ഉണ്ടാവാം, ദെൻ ഇൻറ്റെസ്റ്റൈനൽ അൾസറേഷൻസ് ഉണ്ടാവാം, ദെൻ ഹെപ്പറ്റോസ്പ്ലീനോമെഗാലി, മെറ്റബോളിക് അസിഡോസിസ്, ബാക്ടീരിയ ആൻഡ് ഈവൻ മെനിഞ്ചൈറ്റിസ് വരെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതിനകത്ത് മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റയർ കേസ് മാത്രമേ മെനിഞ്ചൈറ്റിസ് കാണുന്നുള്ളൂ. ദെൻ മെയിൻ ആയിട്ട് ഏതൊക്കെ ഓർഗാനിസംസ്, ഏതൊക്കെ ഫുഡ് വെഹിക്കിൾസ് എന്നാണ് മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ വരാൻ നോക്കുക. സ്റ്റാഫ് ഓറിയസ് ആണെങ്കിൽ മീറ്റ്, ക്രീം, കേക്ക്, ഫിഷ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്നുള്ള രീതി പറയുന്നത്. ദെൻ ക്ലോസ്ട്രീഡിയം പെർഫിൻജൻസ് ആണെങ്കിൽ ഇത് ഫുഡ് വെഹിക്കിളും മെയിൻ ആയിട്ട് വരുന്നത് മീറ്റ്, കോൾഡ് ഓർ വാം അപ്പ് മീറ്റ് ഡിഷ്. അതായത് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കി വെക്കുന്നു, നമ്മൾ കുറച്ചെടുത്ത് എന്ത് ചെയ്യുന്നു, നല്ലപോലെ ചൂടാക്കി കഴിക്കുന്നു. ദെൻ വീണ്ടും ബാക്കി വരുന്നു, നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നു, വീണ്ടും എടുത്ത് ചൂടാക്കുന്നു. ആ രീതിയിൽ കഴിക്കുന്ന സമയത്താണ് മെയിൻ ആയിട്ട് ചാൻസ് ഉണ്ട് ക്ലോസ്ട്രീഡിയം പെർഫിൻജൻസിന്റെ ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ദെൻ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ആണെങ്കിൽ കാൻഡ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ്, മീറ്റ് ആൻഡ് മീറ്റ് പ്രൊഡക്ട്സ്, ഫിഷ് ആൻഡ് അതർ സീ ഫുഡ്സ്. അതായത് നമ്മുടെ ടിൻഡ് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടാവും, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് കാൻഡ് അല്ലെങ്കിൽ ടിൻഡ് ഫുഡ് മെറ്റീരിയൽസിനകത്ത് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാൻഡ് ഫുഡ് മെറ്റീരിയൽസ് നമ്മുടെ ഈ ഒരു ഞാൻ ഉദ്ദേശിച്ച പെപ്സി, കൊക്കക്കോള അങ്ങനത്തെ അല്ല, വേറെ ജ്യൂസ് തന്നെയായിട്ട് കിട്ടും. ആ ജ്യൂസ് ഐറ്റംസ് നോർമൽ എന്തുണ്ടാവില്ല, അങ്ങനെ പറഞ്ഞു ഗ്യാസ് ഒന്നും ഇല്ലാത്ത സംഭവമാണെങ്കിൽ ചില കേസിൽ നമ്മൾ ഇതിനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്യാസ് വരാൻ ചാൻസസ് ഉണ്ട്. അത് നമുക്ക് ഉറപ്പിച്ചോളാം അതെന്തായാലും കണ്ടാമിനേഷൻ എന്നുള്ള ഉറപ്പിച്ചോളാം. ഓക്കെ, ദെൻ ബാച്ചിലർ സീരീസിന്റെ കേസിലാണെങ്കിൽ കുക്ക്ഡ് മീറ്റ് ആൻഡ് വെജിറ്റബിൾസ്, കുക്ക്ഡ് റൈസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിന്റെ അതൊക്കെ ഉണ്ടെങ്കിൽ ബാച്ചിലർ സീരീസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രൈഡ് റൈസ് ഇഷ്ടമാണെന്ന് അറിയാം, ശ്രദ്ധിക്കണം. എന്താണ് ബാച്ചിലർ സീരീസിന്റെ ഇൻഫെക്ഷൻ കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. ഓക്കെ,
Then salmonella species on സമയത്ത് poultry, meat, milk, creams, eggs ഒക്കെ വരുന്നത്. Then Vibrio parahemolyticus ആണ് ഷെൽഫിഷിലും പിന്നെ അതുപോലെ തന്നെ മറൈൻ ഫുഡ്സിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പറ്റുന്നത് നമ്മുടെ മറൈൻ ഫുഡ്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ കഴിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം കഴിക്കാം. ഒരിക്കലും ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള മറൈൻ ഫുഡ്സ് ഒന്നും നമ്മൾ കഴിക്കാൻ നിൽക്കരുത്. Then Campylobacter jejuni മെയിനായിട്ട് അൺപാസ്ചറൈസ്ഡ് മിൽക്ക് എന്നാണ് മെയിനായിട്ട് വരുന്നത്. ഇത് വരുന്ന ചില കേസിൽ, അതായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ എന്തൊക്കെ കുടിക്കുന്ന ഹാബിറ്റ് ഉണ്ട്, പച്ചപ്പാൽ കുടിക്കുന്ന ഹാബിറ്റ് ഉണ്ട്, അത് ഒഴിവാക്കുക. കാരണം എന്ത് ചെയ്യും, ഇൻ കേസ് Campylobacter jejuni ഇൻഫെക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ പ്രോബ്ലം തന്നെയായിരിക്കും. പിന്നെ മെയിൻ ആയിട്ട് ഇതിന് വരുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്യുബേഷൻ പീരീഡ് വിത്തിൻ 1 to 24 hours ആണ്. അത് വേരി ചെയ്യും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോരോ പേഷ്യൻസിന്റെ ഇൻഡിവിജ്വൽസിന്റെ ഇമ്മ്യൂൺ സ്റ്റാറ്റസിനെയും പിന്നെ അതുപോലെ തന്നെ ഏത് പാത്തോജനിക് മെക്കാനിസംസ് ആണ് അല്ലെങ്കിൽ ഏത് ഓർഗാനിസംസ് ആണ് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്യും ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. മെയിൻ ആയിട്ട് ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വരുന്ന സമയത്ത് നോസിയ, വോമിറ്റിംഗ് ഉണ്ടാവും. then abdominal pain, diarrhea, fever, റിവേഴ്സ്, muscular weakness, drowsiness and restlessness ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഡിസ്നെസ് ഉണ്ടാവാം, ഹീറ്റ് ഉണ്ടാവാം, മീൻസ് ടെമ്പറേച്ചർ ഉണ്ടാവാം, ദെൻ ഹെഡേക്ക്, നോസിയ, ഹാർട്ട് ബേൺ ഉണ്ടാവാം, ദെൻ അബ്ഡോമിനൽ പെയിൻ, ഡയറിയ, ഫീവർ, നോസിയ, വോമിറ്റിംഗ്, മലേസ് ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫീവർ, ഇത് നമ്മൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെ കാണിച്ചു എന്നുള്ളൂ. ഇതിന്റെ മെയിൻ ഇൻവെസ്റ്റിഗേഷൻ മെയിൻ ആയിട്ട് റിഗാർഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യന്റെ ക്ലിനിക്കൽ സിംറ്റംസ് ആണ്. അതായത് എത്രത്തോളം പേഷ്യൻസിന് ഇൽനസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഡ്യൂറേഷൻസ് എത്ര ടൈം ഉണ്ട്, then എത്രത്തോളം പേഷ്യൻസ് അഫക്റ്റ് ആയിട്ടുണ്ട്, then ഏതൊക്കെ ഫുഡ് ആർട്ടിക്കിൾസ് അതിന് കഴിച്ചിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെയുള്ള ഒരു നമ്മളെ ഒരു ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതായിരിക്കും എത്തിയോളജിക്കൽ ഏജൻസി അല്ലെങ്കിൽ ഏതായിരിക്കും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽ എന്നുള്ളത് നമുക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും. then അതിനുശേഷം നമ്മൾ സാമ്പിൾ കളക്ഷൻ എടുക്കുക. സാമ്പിൾ കളക്ഷൻ നമ്മൾ നോർമലി സ്റ്റൂൾ സാമ്പിൾ ആണ് എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സസ്പെക്റ്റഡ് ഫുഡ് സാമ്പിൾസ് എടുക്കാം. പിന്നെ വോമിറ്റേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട്, പക്ഷേ അതിന് ലെസ് യൂസ്ഫുൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അത്രയും സിവിയർ കേസിലാണെങ്കിൽ നമ്മൾ ബ്ലഡ് എടുക്കും. മെയിനായിട്ട് കൾച്ചറിനും സിറോളജിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് കൾച്ചർ എടുക്കും. ഇപ്പം പേഷ്യൻസിന്റെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ കണ്ടൻസിന് എടുക്കും, സാമ്പിൾസ് ഓഫ് ഇൻഡസ്ട്രിയൽ കണ്ടൻസ് എടുക്കും. സ്പ്ലെയിൻ എടുക്കാം, ലിവർ എടുക്കാം, ഹാർട്ട് ബ്ലഡ് എടുക്കാം, വേണമെങ്കിൽ ഓട്ടോപ്സി സ്പെസിമെൻസും എടുക്കാം. ഓക്കെ, ഇത് മൈക്രോസ്കോപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, തേർഡ് വൺ ഇസ് ദ കളക്ഷൻ ഓഫ് ട്രാൻസ്പോർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് വൺ ഇസ് ദ മൈക്രോസ്കോപ്പി ആണ്. മെയിൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൂളിൻ്റെ അകത്തുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ സ്റ്റൂളിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഫുഡിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ബാക്ടീരിയാസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ അതിന് വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കുന്നു. ഫോർത്ത് വൺ ഇസ് ദ കൾച്ചർ ആണ്. നമ്മൾ മെയിൻ ആയിട്ട് കൾച്ചർ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്റ്റീവ് ആൻഡ് നോൺ സെലക്റ്റീവ് മീഡിയാസ് കൾച്ചർ ചെയ്യും. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിവിയർ കേസിൽ നമ്മൾ ബ്ലഡ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിറോളജിക്കൽ എക്സാമിനേഷൻ വേണ്ടിയിട്ട്. നമ്മൾ അതിൻ്റെ അകത്ത് റൈസ് ഇൻ ടൈറ്റർ ഓഫ് ആന്റിബോഡീസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹെൽപ്പ് ഡയഗ്നോസിസിന് ഒരു സപ്പോർട്ടീവ് എവിഡൻസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ റിപ്പീറ്റഡ് സ്റ്റൂൾ കൾച്ചേഴ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് കാരിയറിന്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. മെയിൻ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തും ഫുഡിന്റെ പ്രിപ്പറേഷന്റെ സമയത്തും സ്റ്റോർ ചെയ്യുന്ന സമയത്തും സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നല്ലപോലെ ക്ലീനിങ്ങും കണ്ടീഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിനൊക്കെ എങ്ങനെയൊക്കെ ഈ പ്രിവെന്റിങ് മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നമ്മുടെ കൈ ഹാൻഡ് വാഷ് നല്ല രീതിയിൽ നമ്മുടെ കൈയും പിന്നെ അതുപോലെ തന്നെ സർഫസസും എന്ത് ചെയ്യുക നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം കുക്ക്ഡ് നല്ല രീതിയിൽ കുക്ക്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും പിന്നെ അതുപോലെ തന്നെ നല്ല ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരുന്ന മെറ്റീരിയൽസും ഒരിക്കലും മിക്സപ്പ് ആവാണ്ട് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വാഷ് ചെയ്യുക. പിന്നെ നല്ല ടെമ്പറേച്ചറിൽ അഡിക്കേറ്റ് ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഫുഡ് കുക്ക് ചെയ്യുക. പിന്നെ നമ്മൾ പാക്കറ്റഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ ബാക്കിൽ ഉണ്ടാകും ബെസ്റ്റ് ബിഫോർ യൂസ്, എത്ര എക്സ്പയറി ഡേറ്റ് ഉണ്ട്, ആ എക്സ്പയറി ഡേറ്റ് നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ മെയിനായിട്ട് നമ്മൾ നേരത്തെ കണ്ട സിംറ്റംസ് ഒക്കെ ഉണ്ടാവും, നോസിയ, വോമിറ്റിംഗ്, ഡയറിയ, ഹെഡേക്ക്, ഫാറ്റിഗ്, ഫീവർ, ക്രാംസ്, അബ്ഡോമിനൽ ക്രാംസ് ആൻഡ് അബ്ഡോമിനൽ പെയിൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാം, ഫുഡ് പോയ്സനെ പ്രിവെന്റ് ചെയ്യാം. അതായത് നല്ല രീതിയിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പേഴ്സണൽ ഹൈജീൻ കീപ് ക്ലീൻ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും കൊറോണ കൊണ്ട്, അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൂടാ. പിന്നെ അതുപോലെ തന്നെ സെപ്പറേറ്റ് റോ ആൻഡ് കുക്ക്ഡ് ഫുഡ്സ്, അതായത് വെച്ചാൽ നമ്മൾ ഫുഡ് കുക്ക് ചെയ്ത ഫുഡ് വേറൊരു സ്ഥലത്തും അതുപോലെ തന്നെ കുക്ക് ചെയ്യാത്ത ഫുഡ് വേറൊരു സ്ഥലത്തും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫുഡ് എന്തായിരിക്കും ചില പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മാത്രം കീപ്പ് ചെയ്യാം, ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ തന്നെ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ കുക്ക് തറലി, നല്ല രീതിയിൽ നിങ്ങൾക്ക് ചില സമയത്ത് എന്തായിരിക്കും നല്ല വിശപ്പുണ്ട്, പെട്ടെന്ന് ആക്കിയിട്ട് കഴിക്കാനുള്ള രീതിയിലൊന്നും നിൽക്കരുത്, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഫുഡ് നല്ല രീതിയിൽ തറലി കുക്ക് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കുടിക്കാനും പിന്നെ അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നല്ല
തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ തന്നെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുക. അങ്ങനെ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാം, ഫുഡ് പോയ്സൺ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഈ ക്ലാസ്സിലുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് എന്ന് പറയുന്ന സിസ്റ്റം അവിടെ തീരാണ്.